ചോദിക്കുന്നു ബിജെപിയുടെ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ സ്റ്റേജ് ചോദിച്ചാൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ പറയാൻ കഴിയില്ല. കാരണം കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു കൗൺസിലറെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി നിർത്തിയത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാണെന്നറിയാം? സത്യൻ മൊകേരി. ഒരുപക്ഷെ CPIയുടെ ഏറ്റവും തലമുതിർന്ന ബിനോയ് വിശ്വത്തോട് ചേർന്ന് നിൽക്കാൻ കെൽപ്പുള്ള ഒരു പ്രതിഭാധനനായ എനിക്കേറെ ഇഷ്ടമുള്ള ഒരു സുഹൃത്തും ഒരു സഹോദരനുമായിട്ടുള്ള ഒരാളാണ് അവിടെ മത്സരിച്ചത് ഇടതുപക്ഷത്തിന്റെ. ആ മനുഷ്യൻ മത്സരിച്ചിട്ട് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാതെ ബിജെപിയുടെ അപ്രസക്തയായ സ്ഥാനാർത്ഥിക്ക് 175 ബൂത്തിൽ ആളുകൾ വോട്ട് ചെയ്തെങ്കിൽ CPM-കാരാ എങ്ങനെയാണ് ചുവന്ന ഗ്രാമങ്ങൾ പതുക്കെ ഒറ്റയടിക്ക് കാവിയാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒറിജിനൽ BJP ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് BJP എന്തിനാണ് ആളുകൾക്ക്? എന്താ കാര്യം? ഒറിജിനൽ BJP ഉള്ളപ്പോ ആളുകൾ നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് BJPയിലേക്ക് പോവില്ല. കണ്ണൂരിൽ നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങൾ കാവി ഗ്രാമങ്ങളായി മാറുന്നത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്നാണ്. മറിച്ച് മനുഷ്യത്വരഹിതമായ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ അടുത്ത് കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ മൃഗീയമായ ഒരു രാഷ്ട്രീയ സംഭവത്തെ പ്രത്യക്ഷത്തിൽ തന്നെ ന്യായീകരിക്കുക, അതിലെ കൊലയാളികൾക്ക് പരസ്യമായ പാർട്ടി പിന്തുണ കൊടുക്കുക. നിങ്ങൾ പിന്നെയും നാശമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരേന്ത്യയിൽ കാണുന്ന കൊലയാളി രാഷ്ട്രീയത്തിന് സമാനമായി ഈ പ്രബുദ്ധ കേരളത്തിൽ മാറുകയാണ്. P. ജയരാജൻ പോയിട്ട് പ്രതികളെ കണ്ടു അത്രേ ജയിലിൽ. എന്നിട്ട് അവർക്ക് അയാൾ പറയാണ് വലിയ അഭിമാനത്തിൽ, ജയില് വായിക്കാനുള്ള ഇടമാണ്, അതുകൊണ്ട് ഞാൻ എന്റെ 5 പുസ്തകങ്ങൾ അവർക്ക് കൊടുത്തു. ഇതിനെക്കാളും വലിയ ശിക്ഷ ഇതിന് വേണ്ടിയിരുന്നില്ല. വേറെ നിങ്ങളെ പുസ്തകം വായിക്കാന്ന് പറഞ്ഞാൽ എന്റെ ജയരാജ അങ്ങനെ ഒരു ദ്രോഹമാണ്. അല്ലെങ്കിൽ തന്നെ ഒരു പ്രതികളായിട്ട് ജയിലിൽ കിടക്കുകയാണ്, ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കണോ? അദ്ദേഹം പറയാണ് ജയില് ധീരന്മാർക്കുള്ളതാണ്. ആര്? P. ജയരാജന് ഷുക്കൂർ കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയതിനു ശേഷം 1.5 മാസം ആംബുലൻസിൽ കടന്നിട്ട് മുള്ളുകയും അപ്പിടുകയും ചെയ്ത ഈ നേതാവാണ് പറയുന്നത് ജയിൽ ആർക്കുള്ള, ധീരന്മാർക്കുള്ള. പുറത്തിറങ്ങിയിട്ടില്ല പോലീസ് പിടിക്കുന്ന നേരത്തിന്, ആംബുലൻസിൽ തന്നെയാണ്. ഏതെങ്കിലും ഒരു പോലീസിന്റെ വണ്ടി പരിസരത്ത് കൂടെ പോയാൽ അപ്പൊ തന്നെ എന്താണ് ജഗതി പറഞ്ഞിട്ടുള്ള ഓണം അടിച്ചിട്ട് ഇയാൾ പോലെയാണ്. 1.5 മാസം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇയാൾ പറഞ്ഞത് വെച്ചാല് ജയില് വായിക്കാനുള്ളതാണ്. എന്നാ ജയരാജ നല്ല കുറച്ച് ആരെങ്കിലും എഴുതിയ, വേറെ നിങ്ങൾ എഴുതിയല്ല, കൊള്ളാവുന്ന കുറച്ച് പുസ്തകം കയ്യിൽ വാങ്ങി വെച്ചോ. ഷുക്കൂർ കേസിന്റെ വിധി വരുന്നുണ്ട്, ജയിലിൽ നിന്ന് വായിക്കേണ്ട ഗതികേട് ഈ ജയരാജൻ ഞങ്ങൾ വരുത്തും. ഇതൊന്നും തീരാൻ പോയില്ല. നിങ്ങൾ ചന്ദ്രശേഖർ വധക്കേസിനും ഷുക്കൂർ വധക്കേസിനും ശേഷം ഉണ്ടായ കേരളത്തിലെ മാറ്റം കാര്യങ്ങൾ ഈ സൂത്രധാരകരെ ജയിലിന്റെ ഇരുട്ടറയിലേക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾ എന്നാണ് തീർച്ചയായും. അതുകൊണ്ട് ഇന്നലെയൊക്കെ നിങ്ങൾ ആലോചിച്ചു, ഈ അൻവറിനെ